ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഇത് ഹുണ്ടായി i10 ആണ്. ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ സ്പീഡിൽ ബ്ലിങ്ക് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി നമ്മളിപ്പോൾ ഇൻഡിക്കേറ്റർ ഇട്ട് നോക്കാം. ഇഗ്നിഷൻ ഓൺ ചെയ്തു. ഇഗ്നിഷൻ ഓൺ ചെയ്തിട്ട് റൈറ്റ് സൈഡിലെ ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ ഇത് ആ ഒരു വിട്ട് കറക്റ്റായിട്ട് തന്നെ വിട്ട് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ ലെഫ്റ്റ് സൈഡിലെ ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ ഇത് സ്പീഡിലാണ് ബ്ലിങ്ക് ചെയ്യുന്നത്. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, നല്ല സ്പീഡിലാണ് ബ്ലിങ്ക് ചെയ്യുന്നത്. റൈറ്റ് സൈഡ് ഇടുമ്പോൾ ആ ഒരു വിട്ടുള്ള രീതിയിൽ തന്നെയാണ്, നോർമലായിട്ട് തന്നെയാണ് ബ്ലിങ്ക് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ലെഫ്റ്റ് സൈഡിലെ ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ വിട്ട് സ്പീഡിൽ അത് വിട്ട് അടിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പെട്ടെന്ന് നമ്മൾ സ്പീഡിൽ പോകുന്നതായിട്ട് കാണാൻ സൈഡിൽ റൈറ്റ് സൈഡിൽ കുഴപ്പമില്ല, പക്ഷേ ലെഫ്റ്റ് സൈഡിൽ സ്പീഡിൽ പോകുന്നു. അപ്പോൾ അങ്ങനെ വരണം എന്നുണ്ടെങ്കിൽ ഏത് വണ്ടിയായാലും കൂടെ അങ്ങനെ വരണം എന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിലെ ഏതോ ഒരു ബൾബ് ഇൻഡിക്കേറ്ററിൻ്റെ കത്തുന്നില്ല. അതാണ് ഒന്നീ ഫ്രണ്ടിലെ അല്ലെങ്കിൽ ബാക്കിലെ ബൾബ് കത്തുന്നില്ല, അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ ഓടിക്കുന്നവർ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുകയാണ്. ഇൻഡിക്കേറ്റർ ഇല്ലെന്നുണ്ടെങ്കിൽ അപകടങ്ങളിലേക്കൊക്കെ പോകാനുള്ള ചാൻസ്. നമ്മൾ ഇൻഡിക്കേറ്റർ ഇടും, പക്ഷേ അത് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ വിചാരിക്കും, പക്ഷേ അത് വർക്ക് ചെയ്യണമെന്നില്ല. നമ്മൾ ഏത് സൈഡിലോട്ട് തിരിയുന്നതെന്നുള്ളത് ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയോ അല്ലെങ്കിൽ ബാക്കിൽ വരുന്ന വണ്ടിയോ കാണാനായിട്ട് അവർക്ക് അത് ശ്രദ്ധയിൽപ്പെടണമെന്നില്ല. അപ്പോൾ ഇൻഡിക്കേറ്റർ സ്പീഡിൽ ബ്ലിങ്ക് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ സൈഡിലെ ഏതോ ഒരു ബൾബ്, ഫ്രണ്ടോ ബാക്കോ ഏതോ ഒരു ബൾബ് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഇൻഡിക്കേറ്റർ ഇട്ട് വെച്ചിട്ടുണ്ട്. ബാക്ക് ലെഫ്റ്റ് സൈഡിൽ വരുമ്പോൾ സ്പീഡിൽ തന്നെ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ ബാക്കിലെ ഇൻഡിക്കേറ്റർ വർക്കിംഗ് ആണ്. അതേപോലെ തന്നെ നമ്മൾ സൈഡിൽ വരുന്ന ഇൻഡിക്കേറ്ററും വർക്ക് ചെയ്യുന്നുണ്ട്. ഫ്രണ്ടിൽ വരുമ്പോൾ ഈ സൈഡിലെ ഫ്രണ്ടിലെ ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുന്നില്ല. ഇതിനുള്ളിലാണ് ബൾബ് വരുന്നത്, അത് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ആ ബൾബ് നമുക്ക് മാറേണ്ടതായിട്ടുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഹസാർഡ് ഇട്ട് നോക്കിയാലും അറിയാൻ പറ്റും. ഹസാർഡ് ഇട്ടിട്ട് 4 സൈഡ് നോക്കിയാലും അറിയാൻ പറ്റും. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലെ ഇൻഡിക്കേറ്റർ ഇടുമ്പോഴാണ് അത് കൂടുതലായിട്ട് സ്പീഡ് കൂടുതൽ കാണിക്കുന്നത് മീറ്റർ ബോർഡിനകത്ത്. അപ്പോൾ ഈ സൈഡാണ് കംപ്ലയിൻറ്റ്. അപ്പോൾ ഈ ബൾബാണ് വർക്ക് ചെയ്യാത്തത്. അപ്പോൾ ഈ ബൾബ് നമുക്ക് മാറേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് മാറുന്നതെന്ന് നോക്കാം. ഇതിൻ്റെ ബൾബ് മാറാനായിട്ട് വളരെ സിമ്പിൾ തന്നെയാണ്. ഇതാണ് ഇൻഡിക്കേറ്ററിന് വരുന്ന ഹോൾഡർ വരുന്നത്. ഇത് നമ്മൾ ലെഫ്റ്റിലോട്ട് തിരിക്കുക. ലെഫ്റ്റിലോട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഊരി വരും. ഓക്കെ, അപ്പോൾ ഈ ബൾബ് നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, ഇതിനകത്ത് ഒരു ബ്ലാക്ക് ആയിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഇത് ഫ്യൂസായി പോയിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അതെങ്ങനെയാണ് ഊരുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് ഊരാനായിട്ട് ജസ്റ്റ് താഴോട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തിട്ട് ലെഫ്റ്റിലോട്ട് തിരിക്കുക. ലെഫ്റ്റിലോട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഈ ബൾബ് ഊരി വരുന്നതായിരിക്കും. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് ഫുള്ളായിട്ട് ബ്ലാക്ക് ആയിട്ട് ഇരിക്കുകയാണ്. മീൻസ് ഈ ബൾബ് ഫ്യൂസ് ആയിട്ടുണ്ട്. അല്ലാതെ തന്നെ നമുക്ക് നോക്കാനായിട്ട് ഇതിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ ഇതിനകത്ത് ഒരു വൈബ്രേഷൻ ഫീല് വീഡിയോയിൽ കിട്ടില്ല. ജസ്റ്റ് ഒന്ന് ബൾബ് പോയിട്ടുണ്ടോ എന്ന് ജസ്റ്റ് അറിയാനായിട്ട് ഇതിലൊന്ന് ജസ്റ്റ് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്യുന്ന സമയത്ത് ഒരു വൈബ്രേഷൻ ഫീല് നമ്മുടെ കൈക്ക് കിട്ടും. അല്ലെങ്കിൽ ചെവിയിൽ അവിടോട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു വൈബ്രേഷൻ, ഒരു മൂളുന്ന സൗണ്ട് കേട്ടിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഫിലമെൻറ്റ് പൊട്ടിയിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലാതെ ഈ കളർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ പുതിയ ബൾബ് എങ്ങനെ മാറുന്നു നോക്കാം. അപ്പോൾ ഈ ബൾബിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതിൻ്റെ ലെഗ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഒന്ന് അടുത്തിരിക്കുന്നതാണ്. ഈ രണ്ടും നേരെ ഓപ്പോസിറ്റ് സൈഡിലല്ല, നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ബൾബും വരുന്നുണ്ട്. അപ്പോൾ ബൾബ് കറക്റ്റായിട്ട് ഇതിൻ്റെ ലെഗ് കറക്റ്റായിട്ട് നോക്കുക. ഇവിടുന്ന് ഇവിടെ വരെയുള്ള ലെങ്ത്ത് ഇതിൻ്റെ കറക്റ്റാണ്. ഇവിടുന്ന് ഇവിടെ വരെയുള്ള ലെങ്ത്തും കറക്റ്റാണ്. പക്ഷേ ഇതിൻ്റെ സൈഡ് ഇതിന് നേരെ ഓപ്പോസിറ്റല്ല ഇതിൻ്റെ ഒരു ലെഗ് വരുന്നത്. സൈഡിലോട്ട് ശകലം തിരിഞ്ഞായിരിക്കും ഇരിക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ പുതിയ ബൾബ് എടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും സെയിം ലെങ്ത് അതിൻ്റെ ഓപ്പോസിറ്റ് അല്ല വരുന്നത്, സൈഡിലോട്ട് തിരിഞ്ഞാണ് വരുന്നത്. ഇതും ഓക്കെ. ഇനി ഇത് ഇടാനായിട്ട് ജസ്റ്റ് ഇതിൽ നോക്കുക. ഇതിൽ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇത് രണ്ടും സൈഡ് തിരിഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ സൈഡിലേക്ക് ബൾബ് കണക്ട് ചെയ്യുക, ഇങ്ങനെ കണക്ട് ചെയ്യുക, കയറ്റി വെക്കുക. മറ്റേ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇതിനുള്ളിൽ കയറില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ബൾബ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഇടുക, റൈറ്റിലോട്ട് തിരിക്കുക. പ്രസ് ചെയ്തിട്ട് വേണം ഇടാനായിട്ട്, പ്രസ് ചെയ്തുകൊണ്ട് വേണം തിരിക്കാനായിട്ട്. തിരിച്ചിട്ട് വിടുക. ഇപ്പോൾ ലോക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനുള്ളിൽ ഇൻസ്റ്റാൾ ചെയ്യാം. ഇതിന് ഉള്ളിൽ ഇടാനായിട്ട് ജസ്റ്റ് ഇതിൽ കയറ്റി വെക്കുക. കയറ്റിയിട്ട് മുമ്പ് ഇതിൻ്റെ ലെഗ് ഉണ്ട്, 3 ലെഗ്, 1 2 3 4 ലെഗ് വരുന്നുണ്ട്. അതിൻ്റെ ഒന്നിന് വെട്ട് കൂടുതലായിരിക്കും. ആ വെട്ട് കൂടുതലുള്ള ഭാഗം കറക്റ്റായിട്ട് നോക്കിയിട്ട് ഇടുക. ഇല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ തിരിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എവിടെ ഫ്രീ ആയിട്ട് കയറുന്നുണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. തിരിക്കുക, റൈറ്റിലോട്ട് തിരിക്കുക, ലോക്കായി. ഓക്കെ, ജസ്റ്റ് റൈറ്റിലോട്ട് തിരിക്കുമ്പോഴത്തേക്ക് ലോക്കാവും. ഇനി നമുക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് നോക്കാം അകത്ത് അത് സ്പീഡിലാണോ ബ്ലിങ്ക് ചെയ്യുന്നത്. ഫ്രണ്ടിൽ നേരത്തെ കത്തുന്നില്ലായിരുന്നു, ഇപ്പോൾ ഇൻഡിക്കേറ്റർ കത്തുന്നുണ്ട്. നോക്കിയാൽ മനസ്സിലാവും ഇതിൻ്റെ സ്പീഡിനും വ്യത്യാസമുണ്ട്. ആ സൈഡിലെ സ്പീഡിനും വ്യത്യാസമുണ്ട്. നേരത്തെ വിട്ടുവിട്ടായിരുന്നു സൈഡിലും അതുപോലെ തന്നെ ബാക്കിലും വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ ആ ഒരു കറക്റ്റിലാണ് വർക്ക് ചെയ്യുന്നത്.
ഇനി നമുക്ക് വണ്ടിയുടെ ഉള്ളിൽ പോയിട്ട് നോക്കാം. ഇഗ്നിഷൻ ഓൺ ചെയ്തു, ലെഫ്റ്റിലെ ഇൻഡിക്കേറ്റർ ഇട്ടു. ഇപ്പോൾ നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഒരേ സ്പീഡിൽ തന്നെ ഒരേ ഗ്യാപ്പിൽ തന്നെയാണ് അത് വിട്ട് കത്തുന്നത്. റൈറ്റിലും അതേപോലെ തന്നെ ഒരേ സ്പീഡിലാണ് കത്തുന്നത്. നേരത്തെ നമ്മൾ ലെഫ്റ്റ് നോക്കുമ്പോൾ നല്ല സ്പീഡിലായിരുന്നു ബ്ലിങ്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ സ്പീഡിൽ തന്നെ ലൈറ്റും പുറത്തുള്ള ലൈറ്റും കത്തും. അപ്പോൾ ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കിയത് വണ്ടി ഹുണ്ടായി ഐ10 ഇത്. പക്ഷേ ഏത് വണ്ടി ആയാലും കൂടെ നമ്മൾ ഇൻഡിക്കേറ്റർ ഇപ്പോൾ സ്പീഡിൽ വിട്ട് അടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതിൻ്റെ ലൈറ്റ് അടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പോൾ മനസ്സിലാക്കുക ആ സൈഡിൽ ഏതോ ഒരു ബൾബ് പോയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കിയത് ഹുണ്ടായി ഐ10ൻ്റെ ആ ഡാഷ്ബോർഡിൽ ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ ആ സ്പീഡിൽ എന്തുകൊണ്ടാണ് അത് ബ്ലിങ്ക് ചെയ്യുന്നത്, അതിൻ്റെ ഇൻഡിക്കേറ്ററിൻ്റെ ഫ്രണ്ടിലെ ബൾബ് എങ്ങനെയാണ് മാറുന്നതെന്നൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.